അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ സാധ്യത നമ്പർ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പബ്ലിഷ് ചെയ്യുന്ന നമ്പർ അതാത് ദിവസം വരുന്നില്ല. അതാണ് കാരണം. വെച്ചാൽ നമ്മളിപ്പോൾ വരുന്ന ഉറപ്പുള്ളൊരു നമ്പർ നാളെ വരുന്നു പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നാൽ അതൊരു പ്രശ്നമല്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ നോക്കുന്നതാണ്. ആദ്യമൊക്കെ വന്നിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് ആ നമ്പറുകൾ വരുന്നില്ല. വരാനുള്ള നമ്പർ തന്നെയാണ് നമ്മൾ ഇടുന്നത്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ആ നമ്പർ പ്രൈസ് അടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോ അല്ലയോ എന്ന് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 30-ാം തീയതിയിലെ നമ്പറാണ്. ഇതിലെനിക്ക് തോന്നുന്നു 30-ാം തീയതിയിൽ ഈ ബ്ലോക്കിൽ പ്രൈസ് വന്നത് 67-23-500 രൂപ ഡയറക്റ്റ് അടിച്ച് പോയിട്ടുണ്ട്. 67-23 എന്നുള്ള നമ്പർ 500 രൂപ അടിച്ച് പോയിട്ടുണ്ട്. ബാക്കി നമ്പർ നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. 67-23 30-ാം തീയതി വന്നിട്ടുണ്ട്. ഇത് 500 രൂപ 30-ാം തീയതി വന്നിട്ടുണ്ട്. ആ സെറ്റില്ല. പിന്നീട് നമുക്ക് 1-ാം തീയതിയിലേക്ക് പോയി നോക്കാം. ഡിസംബർ 1 ഞാൻ 30-ാം തീയതി ഇട്ട നമ്പറിൽ 96-43 ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 96-48 ആ ബ്ലോക്കിൽ ഒരു നമ്പറിന് വന്നിട്ടുണ്ട്. ഓക്കെ, അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് എക്സാക്റ്റ് നമ്പറാണ് പ്രശ്നം. നമ്പറാണ് 3156. അപ്പോൾ ഇത് 1-ാം തീയതി 30-ാം തീയതി വരുമെന്ന് പറഞ്ഞ് ഇട്ട നമ്പറാണ്. അപ്പോൾ ഇത് 1-ാം തീയതി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ ഈ ബ്ലോക്കിൽ 3157 ഒരു നമ്പർ വ്യത്യാസത്തിൽ 1000 വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കൊടുത്തിരിക്കുന്നത് 3156. അപ്പോൾ നമുക്ക് 2-ാം തീയതിയിലെ റിസൾട്ടിലേക്ക് നോക്കാം. 3156 വന്നിട്ടുണ്ടോ എന്ന്. ഇതാ 2-ാം തീയതിയിൽ 5000 വന്നിട്ടുണ്ട്. അതേ നമ്പർ ഞാൻ 30-ാം തീയതി വരുന്നു പറഞ്ഞ നമ്പർ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് 2-ാം തീയതിയിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ഇനി ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത് 6357 എന്നുള്ളൊരു നമ്പർ ഞാൻ കൊടുത്തിരുന്നു. അത് 2-ാം തീയതി വന്നിട്ടില്ല. പക്ഷേ 3-ാം തീയതിയിലെ റിസൾട്ടിലേക്ക് നമുക്ക് നോക്കാം. 53 അതിനടുത്തുള്ള ഒരു നമ്പർ 100 രൂപ പ്രൈസ് വന്നു പോയിട്ടുണ്ട്. പിന്നെ 2-ാം തീയതി തന്നെ ഞാൻ നേരത്തെ കൊടുത്തിരുന്ന ബ്ലോക്കിൽ 3156 പറഞ്ഞിരുന്നല്ലോ, 5000 വന്നേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു നമ്പർ 1-ാം തീയതി 1-ാം തീയതി വന്നിട്ടുണ്ട്. ഇതാ 3157 നേരത്തെ ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 3152 500 രൂപയ്ക്കും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത് 67-23 കൊടുത്തിരുന്നു. 67-23 ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പർ. അപ്പോൾ അത് 30-ാം തീയതി വന്നിട്ടില്ല. 1-ാം തീയതി അതാ തിരിഞ്ഞിട്ട് 5000-ന് പോയിട്ടുണ്ട്. അത് കൂട്ടണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് 2-ാം തീയതി നോക്കാം. 2-ാം തീയതി അത് വീണ്ടും തിരിഞ്ഞ് 5000-ൽ പോയിട്ടുണ്ട്. കണ്ടോ, 2-ാം തീയതി വീണ്ടും തിരിഞ്ഞ് 5000-ൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന 67-ൻ്റെ ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ പ്രൈസ് വരണം, എന്നാലേ നമുക്ക് പറയുന്നത് കൊണ്ട് കാര്യമുള്ളൂ. ഇപ്പോൾ 3-ാം തീയതിയിലെ റിസൾട്ടിലേക്ക് നമുക്ക് നോക്കാം. ഇതാ 67-25 2 നമ്പർ വ്യത്യാസത്തിന് 1000 വന്നിട്ടുണ്ട് അതേ ബ്ലോക്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ദിവസം പ്രൈസ് വരില്ല. കാരണം വെച്ചാൽ ഇടുന്ന പോസ്റ്റിനും വ്യൂവേഴ്സും റീച്ചും കൂടുമ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് ഞാൻ ഇടുന്ന നമ്പർ മാത്രം എല്ലാ ദിവസവും പ്രൈസ് വരുന്നു പറഞ്ഞാൽ അത് എനിക്ക് മോശമാണ്. ലോട്ടറി വിൽക്കുന്നവർക്ക് പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നമാണത്. അപ്പോൾ ഈ നമ്പർ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ കുറച്ച് നമ്പർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനതൊന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈവനിങ്ങിൽ അത് ശരിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്ത് കാണിക്കാം.